കഴിഞ്ഞ ദിവസം വേടൻ്റെ അമ്മയുടെ ചിത്രവുമായി വേടനെ കാണാൻ പോയ മഹ്ജൂറയെ ഞാൻ പരിചയപ്പെടുത്തിയിരുന്നു. അല്ല, മഹ്ജൂറ ചില കാര്യങ്ങളൊക്കെയും മനസ്സ് തുറന്ന് സംസാരിക്കുകയുണ്ടായി. അതിൽ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധേയമായി മഹ്ജൂറ പങ്കുവച്ചു. ഒന്ന്, ഈ ചിത്രം ഞാൻ ഈ വേടൻ്റെ അച്ഛന്, അതായത് ചിത്രയുടെ ഭർത്താവിന് കൊടുക്കാനിരുന്നപ്പോൾ അങ്ങനെയല്ല, അത് അവന് തന്നെ നേരിട്ട് കൊടുക്കണം. അവന് അത്രമേൽ ഇഷ്ടമാണ് അമ്മയെ. അവൻ്റെ പൂജാമുറിയിലെ ചിത്രമാണമ്മ, അവൻ്റെ പ്രാർത്ഥനയാണമ്മ എന്ന് അച്ഛൻ പറഞ്ഞത്രേ. ഒരു ചിത്രമാണത്. അതിന്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പൊ ഞാനത് കുറെ കാലം കഴിഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത് ചേച്ചി മരിച്ചുപോയി എന്നുള്ളത്. ആദ്യം അപ്പൊ ഞാനത് മരിച്ചുപോയി എന്നുള്ളത് ഞാനൊരു 5 മാസം മുമ്പാണ് അറിഞ്ഞത്. അപ്പൊ ഞാന് ആ ചേച്ചിന്റെ ഫോട്ടോ എന്റെ കയ്യിലുള്ളത് ഞാൻ ഫ്രെയിം ചെയ്തിട്ട് ചേച്ചിന്റെ ഹസ്ബൻഡിന് കൊടുക്കാൻ വേണ്ടിട്ട് സൂക്ഷിച്ചു വെച്ചതാണ്. അപ്പോ അത് ഹസ്ബൻഡിന് കൊടുക്കാനും അന്നും എനിക്ക് പറ്റിയില്ല. ഞാൻ നാട്ടിലില്ലാതൊക്കെ ആയി പോയിട്ട് അങ്ങനെ ഇവിടെ വെച്ചതായിരുന്നു. തീർന്നില്ല. അതിൽ അവസാനം ഞാൻ ചോദിച്ചിരുന്നു, ഇങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ, ഇങ്ങനെയൊക്കെ ചെയ്യാൻ ആരാണ്, എന്താണ് മഹ്ജൂറയ്ക്ക് പ്രേരണയാവുന്നതെന്ന്. അതിനെക്കുറിച്ച് ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്. അത് എന്റെ ഉപ്പ എല്ലാരടുത്തും എന്തുണ്ടെങ്കിലും എന്ത് കിട്ടിയാലും എല്ലാവർക്കും കൊടുക്കും. എന്റെ ഉപ്പ കൃഷിയൊക്കെയാണ് ജോലി. അപ്പൊ പച്ചക്കറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടിയാലും. ഉപ്പാടെ പേരെന്തായിരുന്നു? എന്റെ പേര് മുഹമ്മദ്. ജീവിച്ചിരിപ്പുണ്ടോ അദ്ദേഹം? ഉണ്ട്. കുറെ കൃഷി പച്ചക്കറി അതൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കിട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര ഇല്ലെങ്കിൽ എല്ലാവർക്കും അത് വിതരണം ചെയ്യണം, എല്ലാവർക്കും കൊടുക്കണം. എത്ര വയ്യെങ്കിലും ഞങ്ങൾ പറയും നിങ്ങൾ കുറച്ചേരം അടങ്ങി നുള്ളിയിരുന്നാലും അതൊന്നും കേൾക്കൂല, എന്തെങ്കിലും ഉണ്ടാക്കുക, ആർക്കെങ്കിലും കൊടുക്കുക. ആ ഒരു സന്തോഷമാണ് ഇപ്പൊ എന്തെങ്കിലും കിട്ടിയ എല്ലാവർക്കും കൊടുക്കല്. അത് ഈ മോൾക്കും കിട്ടി ഉപ്പാടെ ഈ ശീലം. അതല്ല, നമ്മക്ക് നമ്മളടുത്ത് ഉള്ളത് എല്ലാവർക്കും ഉണ്ടെങ്കിലല്ലേ കൊടുക്കാൻ പറ്റുള്ളൂ. അതെ, മഹ്ജൂറ പറഞ്ഞത് സ്വന്തം ഉപ്പയുടെ പ്രേരണയെക്കുറിച്ചാണ്. വേടൻ്റെ കാര്യത്തിൽ വേടൻ്റെ പിതാവ് പറഞ്ഞത് അവൻ്റെ മേൽ അമ്മയ്ക്കുള്ള സ്വാധീനത്തെക്കുറിച്ചാണ്. ഇവിടെ മഹ്ജൂറയുടെ മേൽ ഒരു പിതാവ് എങ്ങനെയാണ് ഇത്തരം പ്രവൃത്തികൾക്ക് പ്രോത്സാഹനമായി മാറിയത് എന്നുള്ളതാണ്. പലപ്പോഴും മതവിശ്വാസമെന്ന് പറയുന്നത് ഒരു സങ്കുചിതമായ എന്തോ ഒന്നായി അതിനെ വ്യാഖ്യാനിച്ച് അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളുമായി കൊണ്ടു നടക്കുന്നവർക്കിടയിൽ ഈ പറയുന്ന ആശയങ്ങൾ കൊണ്ട് അതിൻ്റെ വിശാലമായ ആദർശാർത്ഥത്തിൽ മനുഷ്യനെ നോക്കിക്കാണുന്ന ചില വാക്കുകളും മഹ്ജൂറ പറഞ്ഞിരുന്നു. മതത്തിലായി പോകുന്നവർ മനുഷ്യരല്ലേ, നമ്മളെപ്പോലെ തന്നെയുള്ള മനുഷ്യർ. അവർ ഓരോരുത്തരും വ്യത്യസ്ത മതങ്ങളിലായി പോകുന്നതിന് എന്താണ് പറയാൻ കഴിയുക എന്ന് പറഞ്ഞ ആ മാനവികതയുടെ തലം വിശദീകരിക്കുന്ന വാക്കുകളും മഹ്ജൂറ പങ്കുവച്ചു. അവിടെ ഈ ഉപ്പയെക്കുറിച്ച് പറഞ്ഞപ്പോൾ പിന്നെ ഈ ഉപ്പയാരാണ് എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോഴാണ് വളരെ നിഷ്കളങ്കനും തികഞ്ഞ വിശ്വാസിയുമൊക്കെയായ ഈ പാവം മനുഷ്യനെ ഞാൻ അറിഞ്ഞതും കേൾക്കുന്നതും. എങ്കിൽ പിന്നെ അദ്ദേഹത്തെ കൂടി പരിചയപ്പെടുത്താമെന്ന് വിചാരിച്ചു. ചോറ് വെച്ചത് തിന്നുവാൻ കൊതിയേറെയുണ്ടനി നെഞ്ചിനാൽ. അമ്പയും നിന്റെ പുരിക മുടിയുടെ അമ്പ് കൊണ്ട് ഞരമ്പുകൾ കൊമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ ഒടിഞ്ഞുപോയി. കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി വെറുതെ എന്തിന് സങ്കടപ്പുഴ തടവിലാക്കരുതക്കളി. ഇതൊരു സ്വാഭാവികമായ മനുഷ്യൻ്റെ ഇത്തരം ഭാവങ്ങളാണ്. ഒപ്പം അതിൽ സൂചിപ്പിച്ചിരുന്നു കൃഷിയെക്കുറിച്ചും ആ കൃഷിക്ക് വേണ്ടി താല്പര്യമെടുക്കുന്ന ഉപ്പയെക്കുറിച്ചും. ഇവിടെ മത്തന്, ഇളവന്, കക്കിരി, ചെരങ്ങ, പിന്നെ ഒന്ന് മത്തനും കക്കിരിയും ചെരങ്ങയും കൃഷി ഉണ്ടായിനോ പ്രാവശ്യം? ഇഷ്ടംപോലെ ഉണ്ടായിന്. വിറ്റോ? വിറ്റ്. ഇന്നും വിറ്റിന് ഒരു 64 കിലോ ഇളവന്, 14 കിലോ ചെരങ്ങ. പിന്നെ കക്കിരി കഴിഞ്ഞ വെള്ളിയാഴ്ച വേറെ പുതിയ നട്ടതാണ്. ഇതിപ്പോ കുമ്പളം ഏകദേശം എത്ര കിലോ ഉണ്ടാവും? ഇതിപ്പോ ഒരു 5-6 കിലോ
ഇതൊരു 6 കിലോ ഉണ്ടാവും. 6 കിലോ. അങ്ങനത്തെ ഒരു 5-8 പറിക്കാണ്ട് ഇന്ന് ചെറുത് ഒരു 64 കിലോ പറിച്ച് ഇനിയിപ്പോ അതിന്റെ ഇടയിൽ അതിന്റെ ചെറുത് 40 പറിക്കേണ്ടി പറയുന്നുണ്ട്. ഫുള്ള് രാസവളമല്ലാത്ത ആടുംകാട്ടും സ്വന്തം പൊടിച്ചത്, കോഴിക്കാട്ടും ചാണകപ്പൊടിയും പിന്നെ ആടുംകാട്ടും പൊടിച്ചത്, ചാണകം സ്വന്തം പൊടിച്ചത് സൊസൈറ്റിയിൽ ഇങ്ങനെ ആഴ്ചയിൽ ഈർട്ടാക്കി നന്നാലാക്കി വാങ്ങലാണ്. സൊസൈറ്റിയിൽ വിളിച്ചിട്ടാടുണ്ടെങ്കിൽ വേഗം എടുത്തോണ്ട് വരും. ചരങ്ങ കുമ്പളൊക്കെ നല്ല ഉണ്ടായില്ലേ. ഇതിനിടയിൽ കൃത്യമായ നിസ്കാരവും അതുപോലെ തന്നെ ബാക്കിയുള്ള സംഗതികളിലും ഇതിനിടയിലും താല്പര്യം പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. തീർന്നില്ല. ഞാൻ പറഞ്ഞത് ഒരിടത്ത് അമ്മയുടെ പ്രാർത്ഥന, എൻ്റെ മകൻ വളർന്നൊരു വലിയ ആളാവും എന്നൊക്കെ പറഞ്ഞ അതിൻ്റെ പ്രാർത്ഥനയുടെ ഫലം. ഇവിടെ സമ്പൽ സമൃദ്ധിയുള്ള വളരെ വിശാലഹൃദയനായ കഠിനാധ്വാനിയായ ഒരു ഉപ്പയുടെ പ്രേരണ. അതാണ് അവർക്കിടയിൽ ആ ബന്ധത്തിൻ്റെ ആഴം സൃഷ്ടിച്ചതും ഇന്ന് വളരെ ആവേശപൂർവ്വം എല്ലാവരും കേൾക്കുന്നതും.